നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. ബാർകോഴ വിവാദത്തിൽ പാർട്ടി നിലപാടിനെ പുച്ഛിച്ച് തള്ളി വി എസ് അച്യുതാനന്ദൻ. CBI വേണ്ടെന്ന് പറയുന്നത് ഭരണക്കാരെ സഹായിക്കാൻ. ഭരണക്കാരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ CBI എന്തിനെ ഏൽപ്പിക്കണമെന്ന് ചോദിക്കാം. SJD-യും RSPയും UDF-ൽ നിന്ന് പുറത്തു വരണമെന്നും വി എസ് അച്യുതാനന്ദൻ. വിജിലൻസ് അന്വേഷണം നിഷ്പക്ഷമെന്ന് രമേശ് ചെന്നിത്തല. വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നാളെ പ്രഖ്യാപിക്കും. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയായി കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അണക്കെട്ട് മേൽനോട്ട സമിതി തള്ളി. ജലനിരപ്പ് 140 അടിയിലെത്തിയാൽ മാത്രം ഷട്ടർ തുറക്കും. ദില്ലിയിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ. എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നു. രാഷ്ട്രപതിക്ക് ഉടൻ റിപ്പോർട്ട് നൽകുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ്. ചുംബന സമരത്തിലെ പോലീസ് നടപടിയെ വിമർശിച്ച CPIM. സർക്കാരിൻ്റേത് അതിശയകരമായ ഇരട്ടത്താപ്പെന്ന് പിണറായി. സദാചാര ഗുണ്ടായുസത്തിനെതിരെ DYFI സമരത്തിന്. പോലീസിന് ഒരു പിഴയും പറ്റിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. മുൻ കേന്ദ്രമന്ത്രി GK വാസൻ കോൺഗ്രസ് വിട്ടു. തമിഴ്നാട് ഘടകത്തോടെ AICCക്ക് അവഗണനയെന്ന ആരോപണം. പുതിയ പാർട്ടി രൂപീകരിക്കും. വാസനെ കോൺഗ്രസ് പുറത്താക്കി. ബാർകോഴ വിവാദത്തിൽ CBI അന്വേഷണം എതിർക്കുന്നവർ ഭരണക്കാരെ സഹായിക്കുന്നവരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. CBI അന്വേഷണം വേണ്ടെന്ന സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ നിലപാടിനെതിരാണ് VS പുതിയ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് VS പുതുതായി രംഗത്ത് വന്നിരിക്കുന്നത്. അഴിമതിക്കാരെ തുടച്ചു നീക്കാനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. SJD-യും RSPയും UDF-ൽ നിന്ന് പുറത്തു വരണമെന്ന നിലപാടും VS ആവർത്തിച്ചു. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായ കർശനമായ നടപടി തന്നെയാണ് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാരും അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. ഭരണക്കാരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ CBI എന്തിനെ ഏൽപ്പിക്കണമെന്ന് ചോദിക്കാം. ബാർ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് പിണറായി വിജയനും ഔദ്യോഗിക പക്ഷവും ആവർത്തിക്കുന്നതിനിടയിലാണ് ഇതിനെതിരെ കടുത്ത വിമർശനവുമായി VS അച്യുതാനന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. CBI സത്യസന്ധമായ അന്വേഷണ ഏജൻസിയാണെന്നും തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും VS പറഞ്ഞു. വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും തന്റെ കത്ത് സർക്കാർ പുച്ഛിച്ചു തള്ളിയെന്നും VS കുറ്റപ്പെടുത്തി. വിജിലൻസ് അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിൽ നിന്ന് സത്യസന്ധമായി ആ കേസ് അന്വേഷിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ CBI സംവിധാനം അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അഴിമതിയുടെ ഓഹരി വേണമെന്ന് പറഞ്ഞ് SJD-യും RSPയും UDF-ൽ തുടരുമെന്ന് കരുതുന്നില്ലെന്നും തന്റെ അഭ്യർത്ഥന മാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും VS പറഞ്ഞു. LDF-ലെ മാത്യു ടി തോമസിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി, അവിടെ നിന്ന് വിട്ടുപോയ വീരേന്ദ്രകുമാർ സോഷ്യലിസ്റ്റ് പാർട്ടിയോട് VS-ന്റെ അഭ്യർത്ഥന മാനിക്കണമെന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. CPIM സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ നിർണായകമായ 2 വിഷയങ്ങളിൽ VS സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഔദ്യോഗിക പക്ഷത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കൂടാതെ KM മാണിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഔദ്യോഗിക പക്ഷം നിർബന്ധിതമാകുകയും ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം MA ബേബി, ആന്റണി രാജു, സണ്ണിക്കുട്ടി എബ്രഹാം, പ്രകാശ് ബാബു എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ MA ബേബി, എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്ത് ഇത്ര വലിയ ആശയക്കുഴപ്പം? VS അച്യുതാനന്ദൻ പറയുന്നു CBI തന്നെ വേണമെന്ന്. പിണറായി വിജയൻ പറയുന്നു CBI കൂട്ടിലിടച്ച തട്ടയാണ് എന്ന്. ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ എന്ത്? ഇവിടെ യാതൊരു വ്യത്യസ്തതയുമില്ലാത്ത ഒരു വസ്തുതയുണ്ട്. അത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെയും KM മാണിയും പോലുള്ളവർ മന്ത്രി മുഖ്യന്മാരുമായി നടക്കുന്ന ഭരണം, ഈ ഭരണത്തിൽ അടിമുടി അഴിമതിയാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് കേരളം മുഴുവൻ ഇപ്പോൾ പരക്കെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ബാർ കോഴ വിവാദം, അത് സംബന്ധിച്ച് അന്വേഷണം എങ്ങനെ വേണം എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവായൊരു അഭിപ്രായം രൂപവൽക്കരിക്കേണ്ടതുണ്ട്. പാർട്ടി എന്നുള്ള തരത്തിൽ CPIM-നും
എന്ത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് പാർട്ടി എന്നുള്ള തരത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തി പറയാൻ പാർട്ടിക്ക് കഴിയും. അത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് സഖാവ് VS ഇവ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പരമ്പരാഗതമായി ഏറ്റവും ശക്തമായ ഒരു അന്വേഷണം എന്ന തരത്തിൽ CBI അന്വേഷണമാണ് പലപ്പോഴും ആവശ്യപ്പെട്ട് പോന്നിട്ടുള്ളത്. മുത്തങ്ങ സംഭവവും ഒക്കെ ഈ തരുണത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. എന്നാൽ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതി CBI കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു തത്തയെപ്പോലെ പെരുമാറുന്നു എന്ന വിമർശനം ഉന്നയിച്ച കാര്യവും നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്തായാലും ഇത് വളരെ വലിയ വിവാദമായി തീരേണ്ട ഒരു വിഷയമല്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഖാവ് VS ഒരു അഭിപ്രായം പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ ഒരു അഭിപ്രായം പറഞ്ഞു. അതോടൊപ്പം സഖാവ് പിണറായി ഒരു കാര്യം വ്യക്തമാക്കി. പാർട്ടി എന്നുള്ള തരത്തിൽ ഞങ്ങൾ ആലോചിച്ച് കൂട്ടായ ഒരു അഭിപ്രായം രൂപവൽക്കരിക്കും. അങ്ങനെ പാർട്ടി എന്നുള്ള തരത്തിൽ പരസ്പരം ആലോചിച്ച് ഒരു അഭിപ്രായം രൂപവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയിലുള്ള എല്ലാവരും ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പം എന്താണ് നടക്കേണ്ട അന്വേഷണം എന്നതിനെക്കുറിച്ച് വ്യത്യസ്തത ഉണ്ട് എന്നൊരു പ്രതീതി വന്നിട്ടുണ്ട്. അപ്പൊ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു UDF-ലെല്ലാം കൃത്യമായ ആശയപ്പൊരുത്തമാണുള്ളത്, പ്രതിപക്ഷത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ശ്രീ രമേശ് പറഞ്ഞു. എന്റെ സ്നേഹിതൻ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ശരിയാണ്, ഭരണപക്ഷത്ത് നല്ല ആശയപ്പൊരുത്തമുണ്ട്. എന്താണ്? അടിമുടി അഴിമതി നടത്തുന്നതിലും അഴിമതി പങ്ക് വീതം വെക്കുന്നതിലും അവിടെ ആശയപ്പൊരുത്തമാണ് UDF-ലുള്ളത് കോൺഗ്രസിലുള്ളത്. ഈ UDF അഴിമതി എങ്ങനെയാണ് അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് അധികം വൈകാതെ വളരെ കൃത്യമായ ഏകോപിതമായ അഭിപ്രായം CPM-ലും LDF-ലും ഉണ്ടാവും. പക്ഷേ ഈ അന്വേഷണ ഏജൻസി ആ വിഷയത്തിൽ തന്നെ കടിച്ചു തൂങ്ങുകയല്ല എങ്കിൽ പോലും ഒരു സംശയം വരുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഈ ആശയപ്പൊരുത്തമില്ലായ്മ ഉണ്ടാകുന്നു? പ്രതിപക്ഷത്തായിട്ടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയ വ്യക്തത കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഫോണെടുത്ത് VS അച്യുതാനന്ദനെ പിണറായി വിജയനെയോ പിണറായി വിജയനെ VS അച്യുതാനന്ദനെയോ അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രനെയോ ഒക്കെ വിളിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമൊന്നും അല്ലല്ലോ. ഒന്നുകിൽ ആ കാര്യത്തിൽ നമ്മൾ ആരും അഭിപ്രായം പറയേണ്ട എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അഭിപ്രായം പറയാമെന്ന് തീരുമാനിക്കാം. ആ തരത്തിലൊരു ടെലികോൺഫറൻസിന് പോലും സാധിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്നുള്ളത് ശ്രീ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുരുതരമായ പ്രശ്നമല്ലേ ശ്രീ MA ബേബി? നിങ്ങൾക്ക് മാണിയോട് UDF-നുള്ളതിനേക്കാൾ വിരോധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എന്നല്ലേ അത് തെളിയിക്കുന്നത്? ശ്രീ KM മാണി ധനകാര്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം എന്ന് സഖാവ് പിണറായി പറഞ്ഞു കഴിഞ്ഞു. സഖാവ് VS-നും അതേ അഭിപ്രായമാണ്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റവാളികളുടെയും തട്ടിപ്പുകാരുടെയും ആവാസ കേന്ദ്രമാണെന്ന് കേരളത്തിലെ പരമോന്നത നീതിന്യായ പീഠം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറയുന്നത് എന്ത് അപമാനം സഹിച്ചും ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നാണ്. വളരെ വ്യക്തമല്ലേ? മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടി മാറിയാൽ അദ്ദേഹത്തിന്റെ അഴിമതികൾ കണ്ടുപിടിക്കപ്പെടും. അദ്ദേഹത്തിന് ഒരുപക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുടെ അവസ്ഥയിലേക്ക് ശ്രീ ഉമ്മൻചാണ്ടി എത്തിച്ചേരുമെന്ന് ഭയമില്ലെങ്കിൽ എന്തുകൊണ്ട് ശ്രീമാൻ K കരുണാകരൻ കാണിച്ച മര്യാദ ശ്രീ ഉമ്മൻചാണ്ടി കാണിക്കുന്നില്ല? നാണം കെട്ട് മുഖ്യമന്ത്രി സ്ഥാനം തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ് UDF-ലെ അവസ്ഥ. അവിടെ ആകെ അഭിപ്രായ പൊരുത്തം അഴിമതി നടത്തുന്ന കാര്യത്തിലും അഴിമതി നടത്തിയവരെ സംരക്ഷിച്ചു നിർത്തുന്ന കാര്യത്തിലുമാണ്. അന്വേഷണത്തെക്കുറിച്ച് ഒരു ഏകീകൃത അഭിപ്രായം പ്രതിപക്ഷത്തുണ്ടാവേണ്ടതുണ്ട്. അതിന്റെ പേരിൽ ശ്രീ രമേശ് ചെന്നിത്തല വളരെയധികം കുണ്ഠിതപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ വിഷമം ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുത്തോളാം. ശ്രീ പ്രകാശ് ബാബു, ഇന്ന് VS അച്യുതാനന്ദൻ SJD-യെയും RSP-യെയും മുന്നണിയിലേക്ക് തിരികെ വിളിക്കുകയുണ്ടായി.
കൈക്കൂലി, കോഴ, തട്ടിപ്പ്, വെട്ടിപ്പ് എന്നിവ മൂലം ഉമ്മൻചാണ്ടി ഭരണം കേരളത്തിനാകെ അപമാനം വരുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്നിറങ്ങി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊള്ളൂ എന്നാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ക്ഷണമാണ്. നേരത്തെ നാം കേട്ടിരുന്നത് ഒന്നുകിൽ മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെയോ കൊണ്ടുവരിക, എന്നിട്ട് വിശാല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം രൂപീകരിക്കുക. അതായിരുന്നു നമ്മൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കാത്തിരുന്നത് എങ്കിൽ CPI നേരത്തെ അതിന് പാരവെച്ചു. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ പിന്തുണ അതിന് കിട്ടിയിരിക്കുന്നു. ഇത് പുതിയൊരു അല്ലെങ്കിൽ പഴയ ഇടത് സഖ്യം തന്നെ ഒരിക്കൽ കൂടി പൊടിതട്ടിയെടുക്കാൻ CPIയും വി എസ് അച്യുതാനന്ദനും കരുനീക്കം നടത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? നിങ്ങൾക്ക് ഈ പറയുന്ന ഇടതുപക്ഷ മുന്നണിയുമായി തന്നെ മുന്നോട്ട് പോയാൽ 1987 വിജയിക്കാനാകുമെന്ന് ഉറപ്പാണോ? ഇതൊരു പുതിയ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളതാണ്. ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദളും അതുപോലെ ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വിട്ടുപോയ RSPയും തിരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേരണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ നിലനിൽക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണ്. ഇപ്പോൾ VS അത് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നത് UDF ഗവൺമെൻറ്റിൽ മന്ത്രിമാർ ഓരോരുത്തരായി അഴിമതിയുടെ പട്ടികയിൽ ഉൾപ്പെടുകയാണ്. ബാർ കോഴയുമായി ബന്ധപ്പെട്ട് ശ്രീ KM മാണി അതിൽ 1 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള വാർത്ത അത് കൊടുത്ത സംഘടനയുടെ പ്രതിനിധികൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ ആണ് VS ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. VS പ്രതിപക്ഷ നേതാവാണ്, CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം സംസ്ഥാനത്തെ ആ പാർട്ടിയുടെ LDFൻ്റെയും CPMൻ്റെയും നേതാവാണ്. ആ നിലയിൽ VS പറഞ്ഞ അഭിപ്രായം അത് വളരെ ഗൗരവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പരിഗണിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും അതിൽ തീരുമാനമെടുക്കേണ്ടുന്നത് ജനതാദളും അതുപോലെ RSPയുമാണ്. അവർ അതിനെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഷേമേ ബേബി, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സീറ്റിൻ്റെ വിഷയത്തിൽ മുന്നണി ബന്ധങ്ങൾ ഉപേക്ഷിച്ച് പോയവരാണ് SJD. അതുപോലെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മുന്നണി ഉപേക്ഷിച്ച് പോയവരാണ് RSP. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ലോക്സഭാ സീറ്റിൻ്റെ വിഷയത്തിൽ മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഉപേക്ഷിച്ച് പോയവരെ വീണ്ടും നിങ്ങൾ തിരികെ വിളിക്കേണ്ട സാഹചര്യം ദയനീയമല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം? LDFനെ സംബന്ധിച്ചിടത്തോളം LDF പൊതുവിൽ ശക്തിപ്പെടുന്ന പ്രവണതയാണ് ഇന്ന് കേരളത്തിലുള്ളത്, അഖിലേന്ത്യാ തലത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം CPIMന്റെ ആസ്ഥാനമായ AKG ഭവനിൽ CPMും CPIയും ഫോർവേഡ് ബ്ലോക്കും ഇടതുപക്ഷ പാർട്ടികളുടെ വിപുലമായ യോഗം വിളിച്ചപ്പോൾ അവിടെ RSPയുടെ നേതൃത്വം ഉണ്ടായിരുന്നു. അതിനു പുറമെ CPI-ML ലിബറേഷൻ എന്ന പാർട്ടിയും അതുപോലെ തന്നെ SUCI കമ്മ്യൂണിസ്റ്റ് എന്ന ഇടതുപക്ഷ പാർട്ടിയും, അങ്ങനെ 6 ഇടതുപക്ഷ പാർട്ടികളുടെ ദേശീയ യോഗം ചേർന്നപ്പോൾ അവിടെ RSP ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഡിസംബർ 4 മുതൽ 16 വരെയുള്ള തീയതികളിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 9 വിഷയങ്ങളെ ആസ്പദമാക്കി പ്രതിഷേധ വാരാചരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ കേരളത്തിലെ RSP ഘടകം പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. കേരളത്തിലെ RSP ഘടകം കേരളത്തിലെ UDFൽ ചേർന്നത് RSPയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ തീരുമാനത്തെ മാനിക്കാതെയാണ്. അപ്പൊ അതുകൊണ്ട് VS നൽകിയ ആഹ്വാനം കേരളത്തിലെ RSP തെറ്റ് തിരുത്തണമെന്നാണ്. RSPയുടെ അഖിലേന്ത്യാ നേതൃത്വവും ആ നിലപാടിലാണ് നിൽക്കുന്നത്. ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം ജനതാദൾ ഭിന്നിച്ചു പോയിരിക്കുകയാണ്. ശ്രീ വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ ഭിന്നിച്ചുപോയ ജനതാദൾ ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡുമായി ലയിക്കാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ്
കേരളത്തിലെ ജനതാദൾ യോജിക്കുക എന്ന ആശയമാണെങ്കിൽ ശ്രീ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ശ്രീ മാത്യു ടി തോമസിന്റെ പാർട്ടിയുമായി സംസാരിച്ച് അവർ പരസ്പരം ചർച്ച ചെയ്താണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. വി എസിന്റെ ആഹ്വാനം UDFന്റെ ഒപ്പം നിൽക്കുന്ന അണികൾ UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നത് പോലെ UDFന്റെ ഒപ്പം നിൽക്കുന്ന വിഘടിച്ചുപോയ പാർട്ടികൾ ആ തെറ്റായ നിലപാടും തിരുത്തണം എന്നുള്ള പൊതുവായ ഒരു നിർദ്ദേശമാണ് വി എസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ JSS LDFുമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എം വി രാഘവൻ നയിക്കുന്ന പാർട്ടി CMP അതിന്റെ മുഖ്യഭാഗം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതു സമീപനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് വി എസ് പറഞ്ഞതിനെ നാം മനസ്സിലാക്കേണ്ടത്. മാത്യു ടി തോമസ്, ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ്. ശ്രീ മാത്യു ടി തോമസ്, ഇന്ന് ശ്രീ VS അച്യുതാനന്ദൻ താങ്കളുടെ പേര് പരാമർശിക്കുകയുണ്ടായി. എന്താണ് VS അച്യുതാനന്ദന് ജനതാദൾ കൊടുത്ത ഉറപ്പ്? VS ജനതാദൾ എന്ന ഞങ്ങളുടെ പാർട്ടിയുമായി കാര്യങ്ങൾ വിശദമായി ചർച്ചിട്ടില്ല. കേൾക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പാർട്ടി ജനതാദൾ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലാകമാനമുള്ള ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾ യോജിക്കണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ വീക്ഷിച്ചിട്ടില്ല. ദയവായി താങ്കൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറുക. ഞാൻ വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, KM മാണിക്കെതിരെ 1 കോടി രൂപയുടെ ആരോപണം, അത് VS അച്യുതാനന്ദനും CPIയും നേരത്തെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന വിഭാഗം KM മാണിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മുന്നണി വിപുലീകരണത്തിന് ശ്രമിച്ചിരുന്നു. അത് തടയിടുന്നതിനുള്ള ഒരു മാർഗമായി ഉപയോഗിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആദ്യം തന്നെ KM മാണി മന്ത്രിസഭയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു KM മാണിയെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു മന്ത്രിസഭയെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലോചിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം നേതൃത്വം നൽകുന്ന മന്ത്രിസഭയെക്കുറിച്ച് തീരെ ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ഏറ്റവും മാരകമായ ആയുധം തന്നെ എടുത്തുപയോഗിക്കുന്ന VS അച്യുതാനന്ദനെയും CPIയെയുമാണ് നാം കാണുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി മാറ്റം ഇടതുകക്ഷികളുടെ കാര്യത്തിൽ മാത്രം സാധ്യമാക്കുക എന്ന നിലയിലേക്ക് VS വന്നത് എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഒരു ജനാധിപത്യ മുന്നണിക്ക്, അങ്ങനെ ഒരു ഇടത് മുന്നണിക്ക് UDFനെ നേരിടാനുള്ള കരുത്തുണ്ടാകുമോ? നികേഷേ, നമ്മുടെ പ്രിയപ്പെട്ട ബേബി സഖാവ് പറയുന്ന പോലെ നിസ്സാരമല്ല കാര്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് എനിക്ക് തോന്നുന്നത് VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് KM മാണി പോലുമല്ല. KM മാണിയെ UDFിൽ നിന്ന് പുറത്തു ചാടിച്ച് LDFിലെത്തിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി അടുത്ത തവണ മുഖ്യമന്ത്രിയാവാം അല്ലെങ്കിൽ ഭരണം കൈയാളാം എന്ന CPMലെ ഒരു വിഭാഗത്തിൻ്റെ അതിന് തുടക്കമായിട്ട് വേണമെങ്കിൽ ഒരു പക്ഷേ ഇത്തവണ ഒരു വർഷത്തേക്ക് KM മാണിയെ മുഖ്യമന്ത്രിയാക്കുക, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തെ അടിയോടെ തകർക്കാനുള്ള VS അച്യുതാനന്ദൻ്റെ വളരെ തന്ത്രപരമായ, വളരെ സംഘടിതമായ, വളരെ സൂക്ഷ്മമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നുണ്ടായിരിക്കുന്ന പ്രസ്താവന. ഇന്ന് രാവിലെ ഇത് CBI വേണമോ വിജിലൻസ് വേണമോ എന്നുള്ളത് അതൊരു കാരണം മാത്രമാണ്. ഇന്ന് രാവിലെ SRP ഇത് സംബന്ധിച്ചൊരു ഒരു പ്രസ്താവന നടത്തി 15 മിനിറ്റിനകം ഒരു പത്രക്കുറിപ്പുമായിട്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ വരുന്നു. VS അച്യുതാനന്ദൻ അത് നിഷേധിക്കുക മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സോഷ്യലിസ്റ്റ് ജനതാദളിനെയും അതുപോലെ തന്നെ RSPയെയും വീണ്ടും LDFിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ക്ഷണിക്കുകയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ആ വാചകമാണ് ശരി, അദ്ദേഹം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിണറായി വിജയന്റെ നിലപാടുകളുടെയും അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനത്തിന്റെയും ഫലമായിട്ട്, അദ്ദേഹം എടുത്ത ചില നീക്കങ്ങളുടെ ഫലമായിട്ട് ഈ മുന്നണിയിൽ നിന്ന് പുറത്തുപോയ 2 പാർട്ടികളെ തിരിച്ചു വിളിക്കുമ്പോൾ, നികേഷ്, ഇവിടെ CPMൽ അജണ്ട നിശ്ചയിക്കാൻ പോകുന്നത് ഞാനാണ്. LDFിന്റെ ഘടന എന്തായിരിക്കണം? LDFിന്റെ ഘടന മാണിയെ കൊണ്ടുവന്ന് വിപുലീകരിക്കുന്ന ഒരു LDF അല്ല, വിട്ടുപോയ 2 ഇടതുപക്ഷ ശക്തികളെ തിരിച്ചു കൊണ്ടുവന്ന് പഴയ മുന്നണിയായി നിലനിൽക്കുന്ന ഒരു ഘടനയായിരിക്കണം ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകേണ്ടത് എന്ന കൃത്യമായ അജണ്ട അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ഇന്നലെ പന്ന്യനുമായി സംസാരിച്ചതിന് ശേഷം പന്ന്യൻ രവീന്ദ്രൻ, നമുക്കറിയാം മാണി സാറിനെതിരെ ഒരു ആരോപണം ഉണ്ടാകും, അതിനെക്കുറിച്ച് പറയാം.
പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് KM മാണിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഒരു ഭരണമോ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ CPIയും CPMലെ ഒരു വിഭാഗം VSന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും ചേർന്ന് ഇടതുമുന്നണിയിൽ ഒരു ചെറിയ മുന്നണി കുറുമുന്നണി രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം കൂടെ മനസ്സിലാക്കണം. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു, ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിയുകയാണ്, സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നു, കേന്ദ്രത്തിൽ ഒരു പുതിയ ജനറൽ സെക്രട്ടറി വരാൻ പോകുന്നു. അതാണ് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. PBയുടെ രേഖ പോലും തിരുത്തത്തക്ക രീതിയിലേക്ക് ഒരു ബദൽ രേഖയുമായി വന്ന് യെച്ചൂരി ഒരു പക്ഷേ അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ഒരു സാഹചര്യം, യെച്ചൂരിയെ പിന്താങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള VS, ഈ വക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ നാം മനസ്സിലാക്കേണ്ടത്. വലിയൊരു ഒരു രാഷ്ട്രീയ ഡെവലപ്മെന്റിലേക്ക് തന്നെ ഒരുപക്ഷെ പോയേക്കാം. VS പാർട്ടിയിലും മുന്നണിയിലും അജണ്ട നിശ്ചയിക്കുന്ന ഒരാളായിട്ട് മാറുന്ന ചിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിയുന്നത്. ബേബി, നേരത്തെ പൊളിറ്റ് ബ്യൂറോ അംഗം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് UDFൽ നിന്നും വരാവുന്ന കക്ഷികൾ ഏതൊക്കെയാണ് എന്നെ സംബന്ധിച്ചൊരു വ്യക്തത അദ്ദേഹം വരുത്തിയിരുന്നു. അതിൽ കേരള കോൺഗ്രസ് M ഉണ്ടായിരുന്നു. അതിന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാരണം കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോഴുള്ള ജോസഫ് വിഭാഗമായിക്കൊള്ളട്ടെ, PC ജോർജിൻ്റെ സെക്യുലർ ആയിക്കൊള്ളട്ടെ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആദിമ രൂപമായ KM മാണിയുടെ പാർട്ടി തന്നെ ആയിക്കൊള്ളട്ടെ, അവർ 3 പേരും ഒന്നിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വരുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. അതിൻ്റെ കാരണം കേരള കോൺഗ്രസ് M വിവിധ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ ഇപ്പോൾ SJDയെയും RSPയെയും ക്ഷണിക്കുന്നതിലൂടെ കേരള കോൺഗ്രസ് M എന്ന വർഗീയ അഴിമതി പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനമില്ല എന്നാണോ വ്യക്തമാക്കുന്നത്? വർഗീയമായ നിലപാടെടുക്കുന്നവർ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, ഇവരൊന്നും ശുദ്ധി ചെയ്യാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. എന്നാൽ രാഷ്ട്രീയത്തിൽ വളരെ അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങൾ ഉണ്ടാവാം. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, തമിഴ്നാട്ടിൽ ശ്രീ GK മൂപ്പനാരുടെ മകൻ ശ്രീ GK വാസന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക കോൺഗ്രസ് പാർട്ടി, പണ്ട് DK മൂപ്പനാരുടെ നേതൃത്വത്തിൽ തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടായിരുന്നു, അതുപോലൊരു പാർട്ടി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതിന്റെ സൂചനകൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു. കേരളത്തിലാണെങ്കിൽ ശ്രീമാൻ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ഒക്കെ അടങ്ങുന്നവർ 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിച്ചിരുന്നു. 80 മുതൽ 82 വരെ ഓർമ്മയുണ്ടല്ലോ. ആന്റണി വിഭാഗം കോൺഗ്രസ്, മാണി വിഭാഗം കേരള കോൺഗ്രസിനോടൊപ്പം LDFുമായി സഹകരിച്ചിരുന്നു. ഈ അനുഭവം കേരളത്തിലുണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, CPIയും CPIയും ഒക്കെ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരായി, ഇന്ത്യയിലെ ചൂഷകവർഗത്തിന്റെ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനെതിരായി നിലപാടെടുക്കാൻ തയ്യാറാവുന്ന മതേതര ജനാധിപത്യ വിഭാഗങ്ങൾ, അവരുമായി മുമ്പ് സഹകരിച്ചിട്ടുണ്ട്. അതാണ് ആന്റണി കോൺഗ്രസുമായിട്ട് 80-82 കാലഘട്ടത്തിലുണ്ടായ സഹകരണം. അതുപോലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം സമീപ ഭാവിയിൽ ഉണ്ടാവും എന്ന് ഞാൻ കാണുന്നില്ല. സമീപ ഭാവിയിൽ അങ്ങനെ UDFന്റെ ആരെയെങ്കിലും അടർത്തിയെടുക്കുകയോ UDFിലെ ഏതെങ്കിലും പാർട്ടികളെ, പണ്ട് ആന്റണി കോൺഗ്രസും കൂട്ടരും കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചതുപോലെ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസിന്റെയും ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ പിന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ UDFന്റെ അഴിമതിയിൽ സഹികെട്ട്, അവരുടെ വർഗീയ പ്രകടനത്തിൽ സഹികെട്ട് UDF ഉപേക്ഷിച്ച് LDFന്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സൂചനയാണ് സഖാവ് ഗൗരിയമ്മ, JSS. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് M ഇടതു മുന്നണിയിലെത്താനുള്ള രാഷ്ട്രീയ സാധ്യത എത്രത്തോളമാണ്? മാണി കേരള കോൺഗ്രസ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഭാഗമായി അഴിമതിയിൽ അടിമുടി കുളിച്ചു നിൽക്കുകയല്ലേ. അങ്ങനെയുള്ള ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരും
എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? പറയാൻ പറ്റുന്നയാൾ താങ്കളാണ് ശ്രീ എം എ ബേബി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വരുമോ ഇല്ലയോ? അങ്ങനെ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ ഇന്ന് CPM-ന് കഴിയുമോ? യാതൊരു സംശയമില്ലല്ലോ. ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ശ്രീ KM മാണിയും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്നു, അഴിമതി പങ്ക് വീതം വെക്കുന്നു. അതാണ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് UDF-ൽ തികഞ്ഞ അഭിപ്രായ ഐക്യമാണ് എന്ന്. എന്തിനാണ് അഭിപ്രായ ഐക്യം? അഴിമതി നടത്തുന്നതിലും കോഴ പങ്കുവെക്കുന്നതിലും. അവരൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കണ്ണറിയേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കണ്ണറിയേണ്ട കാര്യമില്ല. അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന മാണിക്ക് എങ്ങനെ LDF-ൽ വരാൻ കഴിയും? ഒരേ തൂവൽ പക്ഷികളാണ് കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും KM മാണിയും. അഴിമതി പങ്ക് വീതം വയ്ക്കുകയാണ്. അഴിമതി ഇവിടെ ശ്രീ ആന്റണി രാജു, നിങ്ങളുടെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താവുകയാണോ? നേരത്തെ VS അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, ഇപ്പോൾ ഇതാ MA ബേബിയും. ഞങ്ങളുടെ പ്രതീക്ഷകളൊന്നും അസ്ഥാനത്താകുന്നില്ലല്ലോ. പ്രതീക്ഷ ഉണ്ടായിരുന്നവരുടെ പ്രതീക്ഷയല്ലേ അസ്ഥാനത്താകുന്നത്. ഞങ്ങൾ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകുമെന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഞങ്ങളെ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഞങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് ഞങ്ങളെ സ്വീകരിക്കണമെന്നോ ഒരപേക്ഷയുമായി ഒരു ഇടതുപക്ഷ മുന്നണിയെടുത്തോ മറ്റേതൊരു മുന്നണിയെടുത്തോ പോയിട്ടില്ല. നേരെ മറിച്ച് കഴിഞ്ഞ കുറേ കാലമായി കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ, ഐക്യജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചില നേതാക്കന്മാർ, ചില പാർട്ടികളും അതുപോലെ BJP ഉൾപ്പെടെയുള്ള ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അവരുമായൊക്കെ സഹകരിക്കണം, ഐക്യജനാധിപത്യ മുന്നണി വിട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് വരണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിലും കേരള കോൺഗ്രസ് പാർട്ടി ഐക്യജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കോ മറ്റേതെങ്കിലും മുന്നണിയിലേക്കോ പോകുമെന്ന് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സ്വീകരിക്കണമോ എന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ചർച്ചകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ഒരു സ്വപ്നം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണേണ്ട കാര്യവുമില്ല. എന്തായാലും ആ കൊട്ടാരം ഇടിഞ്ഞു വീണിരിക്കുന്നു. ശ്രീ ആന്റണി രാജു, മടങ്ങിയെത്താം. മാത്യു ടി തോമസ് ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ എന്താണ് ശ്രീ VS അച്യുതാനന്ദൻ താങ്കളെ പരാമർശിച്ച് പറഞ്ഞത്? എന്ത് ഉറപ്പാണ് ശ്രീ മാത്യു ടി തോമസ് താങ്കൾ VS അച്യുതാനന്ദന് നൽകിയത്? ജനതാദൾ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ തന്നെ എല്ലാ ജനാധിപത്യ സോഷ്യലിസ്റ്റുകളും ഒന്നിക്കണമെന്നാണ്. BJP-യോടും കോൺഗ്രസിനോടും നയപരമായി വിയോജിപ്പുള്ള ആളുകൾ ദേശീയ തലത്തിൽ ഒന്നിക്കണം എന്ന് പറയുമ്പോൾ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം, ഒരു പുതിയ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗത്വം നേടിയിടണമെങ്കിൽ ഒരു മുന്നണി തത്വം എന്ന് പറയുന്നത് മുന്നണി യോഗം കൂടി എല്ലാ കക്ഷികളും യോജിച്ചാണ് പുതിയ പാർട്ടികളെ ചേർക്കുക. എന്നാൽ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളുകൾക്ക് അവരുടെ മാതൃസംഘടന തിരികെ വരണമെങ്കിൽ അതാത് പാർട്ടികൾ ചർച്ച ചെയ്താൽ മതി. ജനതാദൾ എസിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നും എടുത്ത നിലപാട് പല ഘട്ടങ്ങളിലായി ഈ പാർട്ടി വിട്ടുപോയ ആളുകൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ശ്രീ K കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് ജനതാ പ്രവർത്തകർ ഈ പാർട്ടിയിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇപ്പോ അവശേഷിക്കുന്ന സോഷ്യലിസ്റ്റ് ജനത UDF-ന്റെ ഭാഗമായി നിന്നുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും അഴിമതിക്ക് കുടപിടിച്ച് അവരും അതേ പാതയിൽ ചരിച്ച് അധികം നാൾ മുന്നോട്ട് പോകുന്നത് ആപൽക്കരമാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ VS-നോട് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളോടും ഞങ്ങളുടെ നിലപാട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി വിട്ട് പുറത്തുപോയ ആളുകൾ പാർട്ടിയിലേക്ക് തിരികെ വരുന്നുവെങ്കിൽ, അതായത് പാർട്ടിയുടെ പഴയ ശൈലി, പഴയ പാർട്ടിയുടെ നയം, പാർട്ടിയുടെ പ്രഖ്യാപിത പരിപാടി, അഴിമതി രഹിതമായ ഭരണനിർവഹണം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ അടിയുറച്ചു വെച്ചു. ഇപ്പോ UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന സോഷ്യലിസ്റ്റ് ജനത അഴിമതി രഹിതമായിട്ടാണ് ഭരണം നടത്തുന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ആ സംവിധാനത്തിന്റെ ഭാഗമായി അവർ മാറിയിരിക്കുന്നു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനതാദൾ എസിന്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് മറ്റൊരു രൂപത്തിലാണ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂല്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനതാദൾ ആ കാലഘട്ടത്തിൽ ഭരണനിർവഹണം നടത്തിയത്. ശ്രീ മാത്യു ടി തോമസ്, വ്യക്തമാണ്, താങ്കളുടെ നയം വ്യക്തമാണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ MA ബേബി, RSP, സോഷ്യലിസ്റ്റ് ജനത എന്നീ പാർട്ടികൾ രാജിവെച്ച് പുറത്തു വരാൻ തയ്യാറാകണമെന്നും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇടമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രീ മാത്യു ടി ചൂണ്ടിക്കാണിച്ചതുപോലെ SJD കരുതുന്നത് അവരാണ് വലിയ പാർട്ടി, ജനതാദൾ എസ് എന്ന മാത്യു ടി തോമസിൻ്റെ പാർട്ടി തീർത്തും ചെറുതാണ് എന്നാണ്. പക്ഷേ നിയമസഭയിൽ വ്യത്യസ്തമായ കാഴ്ചയാണ് നാം കാണുന്നതെങ്കിൽ പോലും അത് ഒരു വാശി പിടിക്കലാവില്ലേ? അങ്ങനെ ഒരു നീക്കം വീരേന്ദ്രകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അവരോട് വരട്ടെ, രണ്ടുപേരും ചേർന്ന് ആലോചിച്ച് ലയിക്കുമെങ്കിൽ ലയിക്കട്ടെ. അതുപോലെ തന്നെ ഇടതുപക്ഷ RSP എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ട്, അതിലേക്ക് ലയിക്കണം RSP എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ തരത്തിലൊരു വിട്ടുവീഴ്ച മനോഭാവമാണോ ഉണ്ടാവുക, അതോ നേരത്തെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഈ പാർട്ടികൾ മാതൃപാർട്ടികളിലേക്ക് ലയിക്കണമെന്ന് നിർബന്ധം പിടിക്കുമോ? ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ രണ്ട് പാർട്ടികളുടെയും സ്വാധീനം എന്താണെന്ന് വ്യക്തമാണ്. ശ്രീ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കുള്ള നിയമസഭാംഗത്വത്തിന്റെ നേരെ ഇരട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ജനതാദൾ എസ് ശ്രീ മാത്യു ടി തോമസ് നയിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം. അപ്പോ അവിടെ ശ്രീ മാത്യു ടി തോമസുമായി ശ്രീ MP വീരേന്ദ്രകുമാർ സംസാരിച്ചിട്ടാണ് എങ്ങനെയാണ് UDFുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് ജനതാദളിന്റെ ഏകീകരണം നടക്കുക എന്ന് തീരുമാനിക്കേണ്ടത്. ശ്രീ മാത്യു ടി തോമസിന്റെ നേതൃത്വം എടുക്കുന്ന നിലപാടും സമീപനവും ഇതിനകത്ത് വളരെ പ്രധാനമാണ്. LDF എടുക്കുന്ന നിലപാടും ഇതിനകത്ത് പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് VS അച്യുതാനന്ദൻ ഇപ്പോൾ UDFിൽ നിൽക്കുന്നവർ, മുമ്പ് LDFിൽ ഉണ്ടായിരുന്നവർ UDF ഉപേക്ഷിച്ചിട്ട് LDFിലേക്ക് വരാനുള്ള പ്രക്രിയയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അപാകതയുമില്ല. പക്ഷെ സ്വാഭാവികമായും ശ്രീ മാത്യു ടി തോമസ് നയിക്കുന്ന ജനതാദൾ എസുമായി സംസാരിച്ചുകൊണ്ട് മാത്രമേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. RSPയെ സംബന്ധിച്ചിടത്തോളം RSPയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. അഖിലേന്ത്യാ തലത്തിൽ എങ്ങനെയാണ്, ബംഗാളിൽ എങ്ങനെയാണ്, കേരളത്തിലാണ് RSP കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് പോയത്. ഇത്ര ബീഭത്സമായ അഴിമതിയിൽ കോൺഗ്രസും UDFും മുങ്ങി നിൽക്കുമ്പോൾ എങ്ങനെ കേരളത്തിലെ UDFിന്റെ ഭാഗമായി RSPക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതും RSPയുടെ അഖിലേന്ത്യാ നേതൃത്വം അക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി കേരളത്തിലെ RSP അവരുടെ തെറ്റായ നിലപാട് തിരുത്തും എന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ അക്കാര്യം LDFിനകത്തും ചർച്ച ചെയ്യാൻ കഴിയും. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, KM മാണിയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് KP മോഹനൻ ആ മുന്നണി വിട്ടുവരും എന്നതൊക്കെ വലിയൊരു രാഷ്ട്രീയ തമാശയായിരിക്കും. അത് അവിടെ നിൽക്കട്ടെ. MP വീരേന്ദ്രകുമാറിനെ സംബന്ധിച്ചിടത്തോളം 1,00,000 വോട്ടിന് UDFിൽ വന്നത് ഒരു ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിലാണ്. അങ്ങനെ വന്നയാളെ 1,00,000 വോട്ടിന് തോൽക്കുന്ന മണ്ഡലത്തിൽ, അതും MP രാജേഷിനോട് തോൽക്കുന്ന മണ്ഡലത്തിൽ നിർത്തി പരാജയപ്പെടുത്തി. അതിൻ്റെ റിപ്പോർട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ, അതിൻ്റെ പുകിലൊക്കെ നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോയത് നഷ്ടമായി പോയി എന്ന് തോന്നാനിടയില്ലേ? ആ സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രീ മാത്യു ടിയുടെ ക്ഷണം അത് സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? മാത്രമല്ല, ഇനിയിപ്പോൾ കർണാടകത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ ദേവഗൗഡ അത്ര നല്ല ആളൊന്നുമല്ല, BJP പക്ഷത്തേക്ക് ഏത് സമയവും ചായാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഘടകത്തിന് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക് നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം ജനതാദൾ യുണൈറ്റഡിലേക്ക്, ഇപ്പോൾ ഏറ്റവും വലിയ BJP വിരുദ്ധ ചാമ്പ്യന്മാർ അവരാണ്, അങ്ങോട്ടേക്ക് പോകാം, രണ്ടുപേർക്കും ഒന്നിച്ചുകൂടി. ആ സാധ്യതകൾ പരിഗണിക്കപ്പെടാനിടയില്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്? 2, RSPക്ക് ഇനി എങ്ങനെയാണ് ഇടതുമുന്നണിയിൽ പോവുക സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നൊരു ചിന്താഗതി ഉള്ളത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സംസ്ഥാന സമ്മേളനം കഴിയുകയാണ്, അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെയും പിണറായി വിജയൻ്റെയും നേതൃത്വമായിരിക്കില്ല എന്തായാലും അടുത്ത വർഷം മാർച്ചോടുകൂടി. സ്വാഭാവികമായി ഈ രണ്ട് പാർട്ടികളും ഇടതുമുന്നണിയിലേക്ക് വരും എന്ന് കരുതാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിലില്ലേ? തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിൽ സാധ്യതകളെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ നികേഷിന്റെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങളും കുറേയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ജനതാദൾ എന്തുകൊണ്ടാണ് LDF വിട്ടുപോയത്,
LDF മോശമായ ഒരു മുന്നണിയാണെന്നോ അവരുടെ ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. അല്ലെങ്കിൽ UDF LDFിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മുന്നണിയാണെന്ന് കരുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് LDF വിട്ട് UDFിലേക്ക് ജനതാദൾ പോയത്? എന്തുകൊണ്ടാണ് UDF വിട്ട് കേരളത്തിലെ RSP? അപ്പം സഖാവ് ബേബി ദേശീയ തലത്തിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ കക്ഷികളുടെ യോഗം കൂടുമ്പോൾ RSPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയിൽ പങ്കെടുക്കുന്നില്ല. മറ്റ് ബംഗാളിൽ നിന്നുള്ള സഖാക്കളൊക്കെ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ടാണ് RSP ഇത് വിട്ടുപോയതെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പം സഖാവ് ബേബി ഇവിടെ മാണിയുടെ കാര്യത്തിലൊരു തീരുമാനം പറയുന്നു. മാണിയെ എടുക്കുന്ന പ്രശ്നമില്ല, അഴിമതിയിൽ കുഴിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മാണിയെ എടുക്കുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എല്ലാ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കണമെങ്കിൽ അത് ശ്രീ ബേബി പറഞ്ഞാൽ പോരാ. ബേബിയുടെ പ്രാധാന്യം കുറച്ച് പറയുകയല്ല, അങ്ങനെ കരുതരുത്. അത് പറയേണ്ടത് പിണറായി പറയണം, ഞങ്ങൾക്ക് മാണിയെ വേണ്ട. കോടിയേരി പറയണം, ഞങ്ങൾക്ക് മാണിയെ വേണ്ട. നികേഷ് പറഞ്ഞല്ലോ പിണറായി പോകുന്നു, ഒരുപക്ഷെ വരുന്നതാരാ? ബേബി വരുമോ? ബേബിയാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നതെങ്കിൽ ഒരുപക്ഷെ നികേഷ് പറയുന്ന കാര്യങ്ങൾ സാധിച്ചേക്കാം. പക്ഷേ കോടിയേരിയാണ് വരുന്നതെങ്കിലോ? അപ്പോൾ ഇവരാണ് പറയേണ്ടത് മാണിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മാണിയെ വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ആന്റണി യൂസഫിന്റെ പ്രിയ സുഹൃത്ത് പറയുന്നു ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളെ എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി ചേർന്ന് LDFിൽ ചേരുന്നതിൻ്റെ സാധ്യതകളെ പരിശോധിക്കാൻ, അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മാണിയെയും PJ ജോസഫിനെയും PC ജോർജിനെയും ചുമതലപ്പെടുത്തിയതായിരുന്നുള്ള സത്യം ഒരുപക്ഷെ അടുത്ത ചോദ്യം ശ്രീ ആന്റണി രാജുവിനോട് ചോദിക്കുമ്പം ആന്റണി രാജു നിഷേധിക്കും, അതെനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നതാണ്. പിന്നീട് വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാകാതെ പോയത്. അപ്പോൾ LDFിലേക്ക് RSP വരുന്നതും ജനതാൾ വരുന്നത് ഇപ്പോൾ മാത്യു ടി തോമസ് ക്ഷണിച്ചതുകൊണ്ടൊന്നും വീരേന്ദ്രകുമാർ വരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. PS അച്യുതാനന്ദൻ ക്ഷണിച്ചതുകൊണ്ടും അങ്ങനെ വരില്ല. കേരളത്തിലെ CPM അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ. പിണറായിയും കോടിയേരിയും ബേബിയും MV ഗോവിന്ദൻ മാഷ് AK ബാലനും ഒക്കെ നയിക്കുന്ന കേരളത്തിലെ CPM അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പോൾ നമുക്ക് നികേഷ് പറഞ്ഞ സാധ്യതകളിലേക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ മാത്യു ടി, ഒരു ഈഗോ പ്രശ്നമാണ് നിലനിൽക്കുന്നത്. MP വീരേന്ദ്രകുമാറും പിണറായി വിജയനും, NK പ്രേമചന്ദ്രനും പിണറായി വിജയനും, അല്ലെങ്കിൽ TJ ചന്ദ്രചൂഡനും പിണറായി വിജയനും. ഈ ഈഗോ പ്രശ്നം തീർക്കാൻ പിണറായി വിജയൻ തന്നെ ഇറങ്ങിത്തിരിക്കണം. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീങ്ങിയിരുന്നാൽ മാത്രം മതിയാകില്ല. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കൂടിയാലോചനകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് നടക്കും. ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വിഘാതം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിലപാടോ തീരുമാനങ്ങളോ ഒന്നുമല്ല ഒരു കേഡർ പാർട്ടിയായ CPIM പോലെയുള്ള ഒരു പാർട്ടിയെ നയിക്കുന്നത്. അവിടെ പാർട്ടിയുടെ നയങ്ങളും തീരുമാനങ്ങളും കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ നടപ്പാക്കുക എന്നല്ലാതെ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമോ അനിഷ്ടമോ ഒരു ചർച്ചയിൽ താങ്കൾ അങ്ങനെ തന്നെ പറയണം ശ്രീ മാത്യു ടി തോമസ്. എങ്കിൽ പോലും താങ്കൾക്കറിയാമല്ലോ വീരേന്ദ്രകുമാർ മുന്നണി വിടുന്നതിന് മുമ്പ് ദേശാഭിമാനിയും വീരേന്ദ്രകുമാറും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ പിണറായി വിജയനും മാതൃഭൂമിയും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ MA ബേബി അത് ഏറ്റുവാങ്ങിയാണ്. ആ പരാജയം ഏറ്റുവാങ്ങുന്നതിന് കാരണമായ കാര്യം പിണറായി വിജയൻ്റെ NK പ്രേമചന്ദ്രനെ കുറിച്ചുള്ള പരാമർശമാണ്. ഇതെല്ലാം നമുക്ക് അറിയാം. പക്ഷെ ചർച്ചയിൽ നമ്മൾ മറ്റൊരു കാര്യം പറയണം എന്ന നിലയിൽ പറഞ്ഞുകൊള്ളുക. അത്തരത്തിലത് കണ്ടാ പോരാ. ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന ഈ രണ്ട് കക്ഷികൾ ഒരു സീറ്റിന്റെ തർക്കത്തിൽ മുന്നണി വിട്ട് താങ്കൾ എതിർത്തിരുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം പോകാൻ പാടുണ്ടായിരുന്നോ? അതിനുപയോഗിച്ച പ്രയോഗത്തെ സംബന്ധിച്ചൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിന് ഒരു മിനിമം സത്യസന്ധതയും ചില ആദർശങ്ങളോടും ദർശനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഒക്കെ പ്രകടിപ്പിക്കണ്ടേ? ചോദിച്ച സീറ്റ് കിട്ടിയില്ല, മറ്റൊരു സീറ്റ്. ഞാൻ ചോദിക്കട്ടെ ശ്രീ മാത്യു ടി തോമസ്, അങ്ങനെ ഒരു മിനിമം സത്യസന്ധത ഇല്ലാത്തവരെ നിങ്ങൾ ക്ഷണിക്കുകയാണ് വീണ്ടും? ഞങ്ങളിപ്പോ ഇത്തരം രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത പല ആളുകളും ഒരുമിക്കേണ്ടി വന്ന ചരിത്രം ഇന്ത്യ രാജ്യത്തുണ്ട്, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ രംഗത്തുണ്ട്. ഇന്ത്യയില് ഇപ്പോ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. പഴയ ചില പിണക്കങ്ങളും അല്ലെങ്കിൽ അന്നത്തെ ചില തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും ഈ BJP എതിർക്കാൻ, കോൺഗ്രസിനെ എതിർക്കാൻ
ജനാധിപത്യ കക്ഷികൾ, സോഷ്യലിസ്റ്റ് കക്ഷികൾ യോജിച്ചുകൂടാ, ശക്തികൾ ഒന്നിച്ചുകൂടാ എന്ന നിലപാട് ഞങ്ങൾക്കില്ല. അക്കാര്യങ്ങളിൽ പലതും മറന്ന് ഇവിടെ കോൺഗ്രസിനും BJPക്കും ബദലായി ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ടാക്കിയെടുക്കണമെന്ന ഒരു ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന്റെ ആവശ്യം, അവന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള നടപടിക്ക് വേണ്ടി ഇത്തരം ഈഗോ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു നിലപാട്. ശ്രീ പ്രകാശ് ബാബു, 1986-87 കാലഘട്ടത്തിൽ അന്ന് MV രാഘവന്റെ ബദൽ രേഖ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഒപ്പം കൂട്ടണമെന്ന ആവശ്യം ആ ബദൽ രേഖ ഉന്നയിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദനും EMS-ഉം ഉയർത്തിയ ആ അജണ്ടയായിരുന്നു 1987 LDF-ന്റെ വിജയം. സമാനമായ വിധത്തിൽ നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാനാണ് അജണ്ട നിശ്ചയിക്കുക എന്ന് പാർട്ടി സമ്മേളനത്തിന് മുമ്പ് ശ്രീ VS അച്യുതാനന്ദൻ ഇപ്പോൾ മാണിയെ തള്ളി SJD-യെയും RSPയെയും ക്ഷണിക്കുമ്പോൾ ആ അജണ്ട നിങ്ങളുമായി ആലോചിച്ച് നടപ്പിലാക്കാനാണോ ശ്രീ VS അച്യുതാനന്ദൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഭൂരിഭാഗം കക്ഷികൾക്കും ഈ അഭിപ്രായമാണ് എന്ന് മുൻകൂട്ടി അറിയുന്ന VS അച്യുതാനന്ദൻ ഇതാ പിണറായിക്ക് മുകളിൽ ആ അജണ്ട പ്രതിഷ്ഠിക്കുകയാണോ? ഇനി അത് പിണറായിയിലേക്ക് നമ്മൾ ചുരുക്കേണ്ടതില്ല. ഇതാണ് ശരിയായ അജണ്ട എന്ന് CPI വിലയിരുത്തുന്നുണ്ടോ? ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കുറുമുന്നണി എന്നുള്ളത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ആദ്യമായി ഞാൻ വ്യക്തമാക്കിക്കൊള്ളട്ടെ. അങ്ങനെ ഒരു കുറുമുന്നണി സംവിധാനമേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലില്ല. അതാര് ആക്ഷേപിച്ചാലും അടിസ്ഥാനമില്ലാത്തതാണ്, തെറ്റാണ്. സണ്ണിക്കുട്ടി അത് തിരുത്തേണ്ടുന്നതുമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു. VS-ന്റേതായ അഭിപ്രായം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ നേരത്തെ തന്നെ ജനതാദൾ, RSP, ഈ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ ലയിക്കുന്നതിന് മുമ്പ് ജോസഫ് ഗ്രൂപ്പ് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയ കക്ഷികൾ എന്നുള്ള നിലയിൽ തിരിച്ചു വരണം എന്നത് CK ചന്ദ്രപ്പൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ മരിക്കുന്നതിന് വളരെ മുമ്പേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണത്. തുടർന്ന് പന്ന്യൻ രവീന്ദ്രനും പല സന്ദർഭങ്ങളിലും അത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ VS അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് വേറെ ചില പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട്. അത് MA ബേബി ഇടയ്ക്ക് അത് സൂചിപ്പിക്കുകയും ചെയ്തു. നവംബർ 1-ാം തീയതി ഡൽഹിയിൽ വെച്ച് 4 ഇടതുപക്ഷ പാർട്ടികൾ നിലവിലുള്ള മുന്നണിയിലുള്ളവരും CPI, ML, ലിബറേഷനും SUCAയും കൂടെ ചേർന്ന് 6 ഇടതുപക്ഷ പാർട്ടികൾ ഒരു വിശാല ഇടതുപക്ഷ ബദൽ രൂപീകരിക്കുന്നതിന് വേണ്ടിയും ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രചരണ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ഇടതുപക്ഷ ബ്ലോക്കിനെ അനുകൂലമായി ചിന്തിക്കുന്നവരാണ് RSPയുടെ ദേശീയ നേതാക്കളായ ക്ഷിതി ഗോസ്വാമി, പ്രേമേന്ദ്രന്റെയും അസീസിന്റെയും വ്യക്തമാണ്. അത് നേരത്തെ MA ബേബി ചൂണ്ടിക്കാണിച്ചതാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഇടതു പാർട്ടികൾ മാത്രമുള്ള മുന്നണിയായിരിക്കും ഇനി അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാവുക? അല്ല, അങ്ങനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ആയിരിക്കും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ. പക്ഷെ അതിൽ KM മാണിയും മുസ്ലിം ലീഗും ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാവില്ല. എന്തുകൊണ്ട് ജോസഫിനെ എടുത്തുകൂടാ? ജോസഫ് അല്പം മുമ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ പോയതേ ഉള്ളൂ. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പില്ല. ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിൽ ലയിച്ചു കഴിഞ്ഞു. ഈ മാണി അഴിമതിക്കാരനാണ് എന്ന് പറയുമ്പോൾ ജോസഫ് അഴിമതിക്കാരനല്ല എന്ന് കൂടി മനസ്സിലാക്കണം. ജോസഫ് ഗ്രൂപ്പ് ഒറ്റയ്ക്ക് വരാൻ തയ്യാറാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനും മാണി ഗ്രൂപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു കേരള കോൺഗ്രസ് ആയിട്ടാണ് അവർ ഇന്ന് നിൽക്കുന്നത്. ആ കേരള കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും നേതാവുമായ KM മാണിയെ സംബന്ധിച്ചാണ് വളരെ വ്യക്തതയോടുകൂടി ബാർ അസോസിയേഷന്റെ ഹോട്ടൽ ആൻഡ് ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഭക്ഷ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ, ജലസേചന വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിരവധി ആളുകൾ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ ഇന്ന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട മന്ത്രിമാരാണ്. അങ്ങനെയുള്ള ഒരു കൂടാരത്തിൽ നിന്ന് അവർ പുറത്തു വരണം എന്ന വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ്
VS ഇന്ന് ആ കക്ഷിയോട് കക്ഷി ആന്റണി രാജു, നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞല്ലോ LDF-ഉമായി ചർച്ച നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ടവരെ കുറിച്ച്. നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ ആ കുടം ഉടഞ്ഞു വീഴുന്നു എന്നാണോ കാണുന്നത്, അതോ ഈ ഘട്ടത്തിൽ CPM-ലെ നേതാക്കൾ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്? അവർക്ക് ഇപ്പോൾ അങ്ങനെയാണ് ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ശ്രീ MA ബേബി നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ബന്ധം വഷളാകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. അത്തരമൊരു ചർച്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ല. ഞാനൊന്ന് പറയട്ടെ നികേഷ്, ഈ തത്വാധിഷ്ഠിത രാഷ്ട്രീയം പ്രസംഗിക്കാൻ ബഹുമാനായ ശ്രീ MA ബേബിക്കും ശ്രീ പ്രകാശ് ബാബുവിനും എങ്ങനെ കഴിയുന്നു? അവരുടെ ഇന്നത്തെ കേരളത്തിലെ മുന്നണിയിലുള്ള പാർട്ടി ആരാ? NCP കോൺഗ്രസുമായി കേന്ദ്രത്തിൽ ഭരണം നടത്തി അഴിമതി നടത്തിയെന്ന് പറയുന്ന NCP-യുടെ പാർട്ടി, അതുപോലെ തന്നെ മോഡിയുടെ പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ NCP-യുടെ ദേശീയ പാർട്ടിയായ NCP-യുടെ കഷണം ഇന്ന് ബഹുമാനായ ശ്രീ MA ബേബിയോടൊപ്പമാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രീ പ്രകാശ് ബാബു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്നലത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? ഈ കേരളത്തിലെ ലോകായുക്ത ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ജസ്റ്റിസ് ബാലേന്ദ്രനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അടങ്ങുന്ന കേരള ലോകായുക്ത പ്രഥമ ദൃഷ്ട്യാ തന്നെ 1,85,00,000 രൂപ സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അഴിമതി നടത്തിയെന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതി കണ്ട് തെളിവെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുന്ന നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു പാർട്ടി ഉൾപ്പെടെ ഇവിടെ ഇരുന്നുകൊണ്ട് അഴിമതിക്കെതിരെ വേദാന്ത പ്രസംഗം നടന്നു. ഞാനൊന്ന് പറയട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരെ എന്ത് അഴിമതി ആരോപണമാണുള്ളത്? ഒരു പൈസ ശ്രീ ബിജു രമേശ് കേരള കോൺഗ്രസ് നേതാവിന് കൊടുത്തുവെന്ന് ശ്രീ ബിജു രമേശ് പറയുന്നുണ്ടോ? ആരോ കൊടുത്തു, എവിടെയോ വെച്ച് കൊടുത്തു എന്നുള്ള ഒരു തെളിവുമില്ലാത്ത അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഉന്നയിച്ചാൽ അതെല്ലാം ശരിയാണെന്ന് ഇത്ര വിവരവും ജ്ഞാനവുമുള്ള ശ്രീ MA ബേബിയെ പോലെയുള്ള നേതാക്കന്മാർ സമ്മതിക്കും അല്ലെങ്കിൽ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നാളെ ഏത് മന്ത്രിക്കെതിരെയും ഒരു തെളിവുമില്ലാതെ ആർക്കും ഇറങ്ങി നിന്നുകൊണ്ട് അഴിമതി ആരോപണം ഉന്നയിക്കാം. അത്തരം ആളുകളുടെ അഴിമതി ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ അഴിമതി ആരോപണം കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ MA ബേബിയെ പോലുള്ള ആളുകൾ ഒരു പാർട്ടിയെ അഴിമതി പാർട്ടി എന്ന് ചിത്രീകരിച്ചാൽ നാളെ ഇത്തരം വിരലുകൾ അവർക്ക് നേരെ ചൂണ്ടുമ്പോൾ കേരള സമൂഹം നിങ്ങളെ നോക്കി ചിരിക്കും. ഇന്നലകളിൽ നിങ്ങളെ നോക്കി ഇത്തരം ആരോപണം ഉന്നയിച്ചപ്പോൾ അത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരു തെളിവുമില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ താങ്ങി നിർത്താൻ ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങളെ അഴിമതി പാർട്ടിയുടെ ഗണത്തിൽ പെടുത്താൻ ബഹുമാനായ ശ്രീ MA ബേബിക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ബിജു രമേശ് ഉന്നയിച്ച 1 കോടിയുടെ അഴിമതി അല്ല വിഷയം. സർക്കാർ ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് 15 കോടി രൂപയുടെ അഴിമതിയും വേറൊരു 103 കോടിയുടെ കണക്കുമാണ് പറയുന്നത്. 15 കോടിയുടെ കണക്കെന്താണ്? 15 കോടി രൂപ ബാർ ഹോട്ടൽ അസോസിയേഷൻ മന്ത്രിമാർക്ക് നൽകുന്നതിനായി പിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 2 കോടി രൂപ വക്കീൽ ഫീസായി പോയി. 1 കോടി രൂപയുടെ കാര്യമാണല്ലോ ബിജു രമേശ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ബാക്കി 12 കോടി രൂപ ആർക്കു പോയി എന്ന് ബിജു രമേശ് വ്യക്തമാക്കണം എന്നാണ് PC ജോർജ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. 103 കോടിയുടെ വേറെ കണക്കുണ്ട്. ആ 103 കോടി രൂപ ബീവറേജസ് കോർപ്പറേഷൻ അതിൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഏതൊക്കെ മദ്യം വെക്കണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യ കമ്പനികൾ നൽകുന്ന പണമാണ് പോലും. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ശ്രീ PC ജോർജ് വെളിപ്പെടുത്തിയിട്ടില്ല. 103ഉം 15ഉം കൂടെ ചേർത്താൽ 118 കോടി രൂപയുടെ അഴിമതിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നാണ് PC ജോർജ് പറയുന്നത്. അവിടെയാണ് VS അച്യുതാനന്ദൻ CBI അന്വേഷണം വേണമെന്ന് പറയുന്നത്. കേസ് CBIക്ക് വിടണമെങ്കിൽ തൻ്റെ പ്രാഥമികമായ അന്വേഷണം നടത്തി സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ഞാൻ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഉമ്മൻചാണ്ടിക്കെതിരായ കേസ് അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ സത്യം പുറത്തു വരുമെന്ന് സുപ്രീം കോടതി പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണമേ ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്നാണ് VS പറയുന്നത്. മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഏജൻസി CBI ആണ്. അപ്പോൾ CBI അന്വേഷണത്തിന് ആവശ്യപ്പെടുകയല്ലാതെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് മറ്റ് നിവൃത്തിയില്ല എന്ന VSൻ്റെ വാദത്തിനല്ലേ കഴമ്പുള്ളത്? ഷമേ ബേബി, താങ്കളോടായിരുന്നു ചോദ്യം. അന്വേഷണത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് എന്ത് വേണമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് പാർട്ടിയും
വേണ്ടി വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുമൊക്കെ ആയിട്ട് ആലോചിച്ച് വ്യക്തത വരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കേന്ദ്ര പ്രശ്നം കേരള സംസ്ഥാനത്തിന് അപമാനകരമാവുന്ന വിധത്തിലുള്ള അഴിമതി കഥകൾ പുറത്തുവരുന്നു. എന്റെ സുഹൃത്ത് ശ്രീ ആന്റണി രാജു പറഞ്ഞു, അടിസ്ഥാനമില്ലാതെ ആരോപണങ്ങളെ ആസ്പദമാക്കി എങ്ങനെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയും. ശ്രീ പി സി ജോർജ് പ്രതികരിച്ചത് അദ്ദേഹത്തിനറിയാം ഒരു മന്ത്രിക്ക് 1 കോടി രൂപ കൊടുത്തതിന്റെ ഒരു കണക്ക്. യഥാർത്ഥത്തിൽ മന്ത്രിയുടെ പദവിയുള്ള ശ്രീ പി സി ജോർജിനെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടിയന്തരമായിട്ട് ശ്രീ പി സി ജോർജിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. അഴിമതിക്ക് കോഴ വാങ്ങുന്നത് മാത്രമല്ല, കോഴ കൊടുക്കുന്നത് കുറ്റമാണെന്ന് മാത്രമല്ല, കോഴ സംബന്ധിച്ച് വിവരങ്ങൾ അറിയാവുന്ന ഒരാൾ, അതും മന്ത്രിയുടെ പദവിയുള്ള ഒരാൾ, അതിന്റെ വിശദവിവരങ്ങൾ അന്വേഷണ സംവിധാനത്തിന്, പോലീസിന് കൈമാറാതിരിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. അപ്പൊ ഇപ്പൊ എന്ത് തരത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമല്ല. ഇതിനകം പുറത്തു വന്ന കാര്യങ്ങളിൽ മേൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എന്തു നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളത്, എന്ത് അപമാനം സഹിച്ചും എന്ത് തരത്തിലുള്ള അഴിമതിയും തെളിവും വന്നാലും ഞാൻ പ്രതികരിക്കില്ല, ഞാൻ അധികാരത്തിൽ തന്നെ തുടരും. അപ്പൊ നാട്ടുകാർക്ക് വളരെ കൃത്യമായിട്ടറിയാം, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ശ്രീ ഉമ്മൻചാണ്ടി മാറിയാൽ ഈ ഗവൺമെന്റിന്റെ അഴിമതിയുടെ പേരിൽ ഒരുപക്ഷെ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന ഭീതി കൊണ്ടാവാം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നത് എന്ത് അപമാനവും സഹിച്ച് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന്. ഇത് തന്നെയാണ് ശ്രീ കെ എം മാണിയുടെയും അവസ്ഥ, മറ്റു മന്ത്രിമാരുടെ അവസ്ഥ. പലരും ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ. അപ്പൊ അന്വേഷണം ഏത് രൂപത്തിലുള്ളതാവണം എന്നതല്ല നമ്മൾ തല കീറേണ്ട ഒരു വലിയ തർക്ക വിഷയം. അത് ലളിതമായി നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണ്. എം എ ബേബി, ആന്റണി രാജു, സണ്ണിക്കുട്ടി എബ്രഹാം, പ്രകാശ് ബാബു, മാത്യു ടി തോമസ്, വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് 8 പങ്കെടുത്തത്.